രാപ്പകൽ കഷ്ടപ്പെട്ട് പഠിച്ച് ഉറക്കമില്ലാത്ത രാത്രികൾക്ക് ശേഷം നിങ്ങളൊരു റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുകയാണ്. നിയമന ഉത്തരവ് വരുമെന്ന് കാത്തു വീട്ടിലിരിക്കുമ്പോൾ ആ കസേരയിൽ മറ്റൊരു പാർട്ടി കേഡർ പിൻവാതിലൂടെ കയറിയിരിക്കുന്നത് കണ്ടാലുള്ള നിങ്ങളുടെ അവസ്ഥ എന്താണ്? കേരളം കണ്ട ഏറ്റവും വലിയ തൊഴിൽ കുംഭകോണം അതിന്റെ ക്ലൈമാക്സിലേക്ക് കടക്കുന്നു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 2 ടേം പിണറായി സർക്കാരിന്റെ ലക്ഷ്യം വികസനമായിരുന്നോ അതോ സ്വന്തക്കാരെ തിരികെ കയറ്റലാണോ? ഇന്ത്യ ലോകത്തിന് നെറുകയിലേക്ക് കുതിക്കുമ്പോൾ കേരളം എന്തിനാണ് കടക്കെണിയിലേക്കും അഴിമതിയിലേക്കും പിന്നോട്ടടിക്കുന്നത്? സത്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. സർക്കാരിന്റെ കാലാവധി കഴിയാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സെക്രട്ടേറിയറ്റിൽ ഫയലുകൾ പറക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? വിദ്യാഭ്യാസ മേഖലയെ നന്നാക്കാൻ ഉണ്ടാക്കിയ സ്ഥാപനം സിമാറ്റ് കേരള അവിടെ 11 പേരെ നിയമവിരുദ്ധമായി സ്ഥിരപ്പെടുത്താൻ ക്യാബിനറ്റ് ഫയൽ റെഡിയാണ്. മാനദണ്ഡം നോക്കിയോ? ഇല്ല. യോഗ്യത നോക്കിയോ? ഇല്ല. പാർട്ടി അംഗത്വമുണ്ടോ എന്ന് മാത്രം നോക്കി. IT വിപ്ലവം നടത്തേണ്ടിടത്ത് ഹൈക്കോടതി വിധി പോലും വളച്ചൊടിച്ച് സ്വന്തക്കാരെ സ്ഥിരപ്പെടുത്താൻ ഗൂഢനീക്കം നടക്കുന്നു. ഒരു മന്ത്രി നേരിട്ട് പങ്കെടുത്ത മീറ്റിംഗിൽ അസിസ്റ്റന്റ് മാനേജർ മുതൽ വാച്ച്മാൻ വരെ 5 പുതിയ പോസ്റ്റുകൾ സൃഷ്ടിച്ച മുതിർന്ന ഉദ്യോഗസ്ഥർ ഫയലിൽ വേണ്ട എന്ന് എഴുതിയിട്ടും അത് മറികടന്ന് മുന്നോട്ട് പോകുന്നു. PSC ലിസ്റ്റിൽ ലക്ഷക്കണക്കിന് പേർ പുറത്തു നിൽക്കുമ്പോഴാണ് ഈ പകൽക്കൊള്ള നടക്കുന്നത് എന്ന് ഓർക്കണം. നമുക്കൊന്ന് ഇന്ത്യയിലേക്ക് നോക്കാം. ഇന്ന് ലോകം ഇന്ത്യയെ നോക്കി അത്ഭുതപ്പെടുകയാണ്. ഡിജിറ്റൽ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, ലക്ഷക്കണക്കിന് സംരംഭങ്ങൾ, കോടിക്കണക്കിന് തൊഴിലവസരങ്ങൾ, ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി കുതിക്കുന്നു. ഉത്തർപ്രദേശിലും തമിഴ്നാട്ടിലും കർണാടകയിലും നിക്ഷേപകർ ക്യൂ നിൽക്കുന്നു. എന്നാൽ കേരളത്തിൽ എന്താ അവസ്ഥ? ഇവിടെ ഒരു പ്രവാസി സംരംഭം തുടങ്ങാൻ വന്നാൽ അയാൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരികയാണ്. ചുവപ്പ് നാടയും പാർട്ടി ഗുണ്ടായുസവും വികസനത്തെ ശ്വാസം മുട്ടിക്കുന്നു. ഇന്ത്യയുടെ ദേശീയ വളർച്ചാ നിരക്ക് കുതിക്കുമ്പോൾ കേരളത്തിലെ ഓരോ കുഞ്ഞും ജനിക്കുന്നത് ലക്ഷങ്ങളുടെ കടബാധ്യതയായിട്ടാണ്. യോഗ്യതയുള്ള യുവാക്കൾ നാടുവിടുന്നു. കേരളം ഇതൊരു വൃദ്ധസദനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടാൻ മലയാളി നിർബന്ധിതനാകുന്നത് ഇവിടെ പാർട്ടി അംഗത്വം ഇല്ലാത്തവർക്ക് ഭാവിയില്ലാത്തത് കൊണ്ടാണ്. വികസനം എന്ന് പറയുന്ന ഈ ഭരണത്തിൽ നടന്നത് എന്തൊക്കെയാണ്? 1ാം പിണറായി സർക്കാരിൽ എന്താ ഇവിടെ നടന്നത്? സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ കോഴ, പ്രളയ ഫണ്ട് തട്ടിപ്പ്, പാവപ്പെട്ടവന്റെ വീട്ടിൽ പോലും കൈയിട്ട് വാരി ചരിത്രം. 2ാം പിണറായി സർക്കാരോ നവകേരള സദസ് എന്ന പേരിൽ കോടികളുടെ ആഡംബര യാത്ര. സാധാരണക്കാരന് പെൻഷൻ ഇല്ല, പക്ഷെ മന്ത്രിമാർക്ക് കറങ്ങാൻ കോടികളുടെ ബസ്. പിന്നെ AI ക്യാമറ, ഫോൺ, ബന്ധുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും കരാറുകൾ വീതിച്ചു വെച്ച് നൽകിയ അഴിമതിയുടെ പുതിയ മുഖങ്ങളായിരുന്നു. പിന്നെ മാസപ്പടി വിവാദം. ജോലി ചെയ്യാതെ ഒരു കമ്പനിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾക്ക് ലക്ഷങ്ങൾ ലഭിച്ച വാർത്ത നമ്മൾ കേട്ടു. ഇതിനൊന്നും മറുപടിയില്ല, പകരം മൗനം മാത്രം. പിന്നെ ശബരിമല കൊള്ള. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുട്ടിലഴിഞ്ഞ ഉദ്യോഗാർത്ഥികളെ കണ്ടില്ലെന്ന് നടിക്കാൻ ഒരു മലയാളിക്കാവില്ല. ഞങ്ങൾക്ക് ഭിക്ഷയല്ല, കഷ്ടപ്പെട്ട് പഠിച്ചു നേടി ജോലി വേണമെന്ന് പറഞ്ഞ യുവാക്കളെ ആക്ഷേപിച്ച മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത്. സുപ്രീം കോടതിയുടെ ഉമാദേവി കേസ് വിധി പ്രകാരം താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തുന്നത് നിയമവിരുദ്ധമാണ്. എന്നാൽ ആ വിധിയിൽ ലൂപ്പ് ഹോളുകൾ തപ്പി നടക്കുകയാണ് ഇവിടുത്തെ ഭരണകൂടം. കോടതിയിൽ റിപ്പോർട്ട് ചോദിക്കുമ്പോൾ കള്ളം പറയാൻ ചീഫ് സെക്രട്ടറിയെ നിർബന്ധിക്കുന്നു. ഭരണഘടനയോടും നിയമത്തോടും ഇത്രയും അവജ്ഞത കാണിക്കുന്ന മറ്റൊരു സർക്കാർ കേരളം കണ്ടിട്ടില്ല. ഇത് കേവലം രാഷ്ട്രീയമല്ല, ഇത് നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരു കുട്ടിയുടെ സ്വപ്നങ്ങൾ പാർട്ടിക്കാർ തട്ടിയെടുക്കുന്നത് അഴിമതിയല്ലാതെ കൊടും വഞ്ചനയാണ്. ഇന്ത്യ വികസനത്തിന്റെ പാതയിലാണ്. നമ്മൾ കേരളീയർ മാത്രം ഈ അഴിമതി കളിയിൽപ്പെട്ട് നശിക്കുകയാണ്. ഇതിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ പറയാം.